ബൽദേവ് ഒരിക്കലും CPM രാഷ്ട്രീയ കൊലപാതകമെന്ന് സമ്മതിക്കാത്ത ഒരു സംഭവം. ഒപ്പം ഇപ്പോൾ ഏറ്റവും പുതിയ കെ രമയുടെ പോരാട്ടവുമായി ബന്ധപ്പെട്ട് പുതിയ കോടതി തീരുമാനം രണ്ടുപേരെ കൂടുതലായി പ്രതി ചേർത്തപ്പെട്ടപ്പോഴും സ്വാഗതം ചെയ്തു ആ വിധി എന്നുള്ളതാണ്. അവിടെയും പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ CPMന്റെ ഭാഗത്തുനിന്നുണ്ടാവുകയാണ്. ഇവിടെ ഇതിലൊരു അന്വേഷണം വേണം, തുടരന്വേഷണം, ഇതുമായി ബന്ധപ്പെട്ട CBI അന്വേഷണം വേണം. അല്ലെങ്കിൽ ഈ KM ഷാജി ഉന്നയിച്ച ആരോപണങ്ങളുടെ മേൽ ഒരു വ്യക്തത വരണം. അതിനൊക്കെ മുൻകൈ എടുക്കണം സർക്കാർ. അതിനുള്ള നീക്കങ്ങളും ഇനി ഉണ്ടാകേണ്ടതുണ്ട് ആ ഭാഗത്ത് നിന്നും. 2020 ജൂണിലാണ് ശ്രീ കുഞ്ഞനന്ദൻ മരിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ചികിത്സയിലിരിക്കുമ്പോഴാണ് മരിക്കുന്നത്. ആ മെഡിക്കൽ ബുള്ളറ്റിനനുസരിച്ച് അദ്ദേഹത്തിന് ക്രോണിക് അൾസറായി. പിന്നെ ഫുഡ് പോയിസൺ ഉണ്ടോ ഇല്ലോ എന്ന കാര്യങ്ങളെ കുറിച്ച് നമുക്കറിയില്ല. ക്രോണിക് അൾസർ എന്നായിരുന്നു മെഡിക്കൽ ബുള്ളറ്റിൻ പറയുന്നത്. അദ്ദേഹത്തിന്റെ മകൾ തന്നെ പറഞ്ഞത്, ഷബ്ന മനോഹരൻ തന്നെ പറഞ്ഞത്, 2012 അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഈ അൾസറിന്റെ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. അന്ന് ചികിത്സ കൊടുക്കണമെന്ന് പറഞ്ഞ് UDF ഗവൺമെന്റ് സമീപിച്ചിരുന്നു. ചികിത്സ കൊടുത്തില്ല. അതിന്റെ ശ്രീ പണിക്കർ പറഞ്ഞ ദിവസം നമുക്കറിയില്ല. പക്ഷെ ഇവിടെ CBI അന്വേഷണത്തിന്റെ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. CBI അന്വേഷിക്കാനെന്ന് ബഹുമാനപ്പെട്ട രമയും മറ്റു പലരും ഒക്കെ ആവശ്യപ്പെട്ടു. പക്ഷെ CBI അത് റിജക്ട് ചെയ്യുകയായിരുന്നു. CBI റിജക്ട് ചെയ്തേക്കുന്ന കേരളത്തിലെ അന്വേഷണം മതിയാണ്, ഉടനന്വേഷണം ആവശ്യമില്ല, CBI അന്വേഷിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് റിജക്ട് ചെയ്തു. അതിനാർക്കാണ് ഉത്തരവാദിത്വം? നമ്മളെപ്പോഴും പറയല്ലോ CBI കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ഏജൻസിയാണെന്ന്. അന്ന് കേന്ദ്രം ഭരിച്ചിരുന്നത് കോൺഗ്രസ്. അപ്പൊ തീർച്ചയായിട്ടും CBI അന്വേഷിച്ചില്ല. CBI അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. അന്നത്തെ CBI റിപ്പോർട്ട് അങ്ങനെയാണ് വന്നേക്കുന്നത്. അപ്പം അത് CBI എന്തുകൊണ്ട് അന്വേഷിച്ചില്ല? അന്ന് CBI അന്വേഷിക്കണമായിരുന്നെങ്കിൽ അന്ന് തീർച്ചയായിട്ടും കേന്ദ്രം ഭരിക്കുന്ന കോൺഗ്രസിന്റെ ഏജൻസിയായ CBI അന്വേഷിക്കണമായിരുന്നു. അപ്പോൾ ഇതിനകത്ത് അതാണ് ഞാൻ തുടക്കത്തിലെ പറഞ്ഞത്. പിന്നെ ഈ കുഞ്ഞനന്ദൻ ജീവിച്ചിരുന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 2014 അവരെ ശിക്ഷിച്ചു കഴിഞ്ഞപ്പോൾ, അതിന് ഹൈക്കോടതിയിൽ അപ്പീലിൽ പോയി കഴിഞ്ഞപ്പോൾ, ആ പ്രതികളിലേക്ക് വീണ്ടും ഒരു ചോദ്യം ചെയ്യൽ ഒരിക്കലും ചെല്ലില്ല. അതിന്റെ നിയമപരമായി അതിന് സാധ്യതയില്ല എന്നുള്ളതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ ഇതിനകത്ത് CBI അന്വേഷണത്തിനൊന്നും അന്ന് ഇടതുപക്ഷം എതിരായിരുന്നില്ല. കാര്യം 2012 സംഭവം നടക്കുമ്പോൾ ഇവിടെ ഭരിക്കുന്നത് ഇടതുപക്ഷമല്ല. 2014 ശിക്ഷിക്കുമ്പോഴും ഇടതുപക്ഷമല്ല ഭരിക്കുന്നത്. CBI അന്വേഷണത്തിന് എതിര് നിന്നിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അന്നത്തെ ഗവൺമെന്റുകളാണ്. പിന്നെ ഇപ്പോഴത്തെ കാര്യം കുഞ്ഞനന്ദന്റെ മരണവുമായി ബന്ധപ്പെട്ട്, അത് ഇപ്പൊ 2020 അദ്ദേഹം ഭരിക്കുന്നത്, ജൂണിലാണ് അദ്ദേഹം ഭരിക്കുന്നത്. വർഷം 4 കഴിഞ്ഞു. ഇപ്പോൾ ഇതൊരു പുതിയ വിവാദമാണ്. ഇതിന് ചില രാഷ്ട്രീയ മാനങ്ങൾ കൈവരിക്കുക എന്നുള്ളതല്ലാതെ, വ്യക്തിപരമായ ചില നേട്ടങ്ങൾ ചില വ്യക്തികൾക്ക് നേടിയെടുക്കുക എന്നുള്ളതല്ലാതെ, ഇതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ യാതൊരു വിധമായ സത്യസന്ധതയോ ആത്മാർത്ഥതയോ കൊണ്ടല്ല, വെറും ഒരു കയ്യടി കിട്ടുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി മാത്രമാണ് ഇങ്ങനൊരു പ്രസ്ഥാനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. ശരി, ശ്രീമതി കെ